ഗൈസ്, ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് അമ്മയല്ല, ഞാനാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അതിനുവേണ്ടി മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക്, പിന്നെ ചിക്കൻ മസാല, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ്. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. ഈ ചിക്കൻ വറുത്തെടുക്കാനാണ്. ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, ഒരുപാട് വേവേണ്ട. സമയം നമുക്ക് കുറച്ച് കോൺഫ്ലവറും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതുപോലെ തിക്കാവരുത്, കുറേ കോൺഫ്ലവർ നന്നായിട്ട് ലൂസായിട്ടിരിക്കണം. അത് കലക്കി അവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം, അത് വെന്തോന്ന്. ഒരുപാട് വെന്ത് പോകരുത്, അത്യാവശ്യം വേവ് വേണം. ഇതുപോലെ സമയമാകുമ്പോൾ ബാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ അരിഞ്ഞ ഉള്ളി നമുക്കതിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും ഉള്ളി ഇട്ടതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവുള്ളൂ. എന്നിട്ട് പിന്നെ ഉള്ളി ഇടുന്നത് ഞാൻ പെട്ടെന്ന് എണ്ണ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ആദ്യം ഇട്ടത്. പിന്നെ ഉള്ളിയും ഗ്രീൻ ഒണിയനും മല്ലിയിലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടുക. ഉപ്പ് കൂടാൻ പാടില്ല, കാര്യം നമ്മൾ ചിക്കൻ കുഴച്ച് വെച്ച മസാലയ്ക്കകത്ത് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നന്നാണോ വേണോ എന്നൊക്കെ നോക്കിയിട്ടിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് സാധാ വെള്ളം ഒഴിക്കരുത്. നമ്മൾ കോൺഫ്ലവർ വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ഒഴിക്കാവുള്ളൂ. അതിങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നമുക്കതിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴാന്നിരിക്കണം. എന്നിട്ട് ആണ് അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസും അതിലോട്ടിടാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ